ഹൈ ഫോക്സ് മാർക്കറ്റ് മേക്കർ സീരീസിന്റെ പാർട്ട് 2. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വീക്ക്ലി ഡെലിവറി പ്രൊഫൈലാണ്. സോ നമുക്കൊരു വീക്ക് സ്റ്റാർട്ട് ആവുന്ന മൺഡേ ആണ്. മൺഡേയിൽ സ്റ്റാർട്ടായി ഫ്രൈഡേയിൽ എൻഡ് ആവുന്നു. സോ നമുക്ക് മൺഡേയിലത്തെ ക്യാൻഡിൽ, ട്യൂസ്ഡേയിലത്തെ ക്യാൻഡിൽ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ 5 ക്യാൻഡിൽസ് നമുക്ക് എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യണമെന്ന് നമുക്ക് സൺഡേ അല്ലെ സാറ്റർഡേ മാർക്കറ്റ് ക്ലോസ്ഡ് ആയിരിക്കുന്ന ആ ഒരു ടൈമിൽ മനസ്സിലാക്കാൻ പറ്റിയാൽ നമ്മൾ ഓരോ ക്യാൻഡിലും പ്രെഡിക്റ്റ് ചെയ്യുവാണ്. ആ വീക്കിന്റെ ഓരോ ക്യാൻഡിലും പ്രെഡിക്റ്റ് ചെയ്യുവാണ്. നമുക്ക് അത്രയ്ക്ക് ഫ്രാക്ടാലിറ്റി ആണ്. നമുക്കിപ്പം ഒരു സെഷനിലേക്ക് വരുവാണെങ്കിൽ സെഷനിൽ ഒരു 5 ക്യാൻഡിൽ കാണും. ആ ഒരു 5 ക്യാൻഡിൽ നിങ്ങൾക്ക് എക്സാക്ട്ലി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരു 2 ക്യാൻഡിൽ അടിപൊളിയായിട്ട് ക്യാപിറ്റലൈസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ നിന്ന് എക്സിറ്റ് ആവാൻ പറ്റും. സോ ഈ ഒരു വീക്ക്ലി പ്രൊഫൈലിലേക്ക് വരുവാണെങ്കിൽ സൺഡേ അമേരിക്കൻ ടൈം വൈകുന്നേരം 6 മണിക്ക് മാർക്കറ്റ് ഓപ്പൺ ആവും. ഫോറക്സ് മാർക്കറ്റ് ആണെങ്കിൽ 5 മണി, ഗോൾഡും ഫ്യൂച്ചേഴ്സും എല്ലാം 6 മണി. നമ്മുടെ വീക്ക്ലി ഓപ്പൺ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മൺഡേ 12 മണി മിഡ് നൈറ്റ് ആണ്. ആ മിഡ് നൈറ്റ് ഓപ്പണിലൂടെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആവുന്നു. സൺഡേ ഒരു 8 മണിയാകുമ്പോൾ ഏഷ്യൻ സെഷൻ സ്റ്റാർട്ട് ആവുന്നു. 2:30 വരെയും. ഞാൻ ടൈം സൈക്കിൾസ് ഒരു പ്രത്യേകം വീഡിയോയിൽ ടൈം സൈക്കിൾസ് എന്നുള്ള രീതിയിൽ ഞാൻ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. സോ നമുക്ക് ടൈമാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് ടൈം ആൻഡ് പ്രൈസ് ആൻഡ് ടൈം എന്നല്ല, നമ്മൾ ഈ പാറ്റേൺ ബേസ്ഡും അല്ല പോയി ചാർട്ടിൽ നോക്കാൻ പോകുന്നത്. നമ്മൾ ഈ ലോജിക്ക് വെച്ചിട്ടാണ് ചാർട്ടിൽ നോക്കാൻ പോകുന്നത്. സോ ഒരു ബുള്ളിഷ് വീക്കിന്റെ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ സൺഡേ ഓപ്പൺ ആവും, മാർക്കറ്റ് കൺസോൾഡേറ്റ് ആവും. ഇതൊരു നോർമൽ ഡെലിവറി പ്രൊഫൈലാണ്. ആ കൺസോൾഡേഷനിൽ മേളിലും താഴെയും ലിക്വിഡിറ്റീസ് എഞ്ചിനീയർ ആവും. എന്താണ് ലിക്വിഡിറ്റീസ് എന്ന് വെച്ചാൽ നിങ്ങളുടെയൊക്കെ സ്റ്റോപ്പ് ലോസസ് ആണ്. ഓക്കെ, ലിക്വിഡിറ്റീസ് ആർ സ്റ്റോപ്പ് ലോസസ് എന്നാണ്. സോ സ്റ്റോപ്പ് ലോസസ് ഇപ്പൊ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആണോ? നിങ്ങൾ പ്രോപ്പ് ഫേംസിൽ ട്രേഡ് ചെയ്യുന്നവരാണ്, നമ്മുടെ സ്റ്റോപ്പ് ലോസസ് ആണോ? റീറ്റെയിൽ ട്രേഡേഴ്സിന്റെ വളരെ തുച്ഛമായ എമൗണ്ടിന്റെ സ്റ്റോപ്പ് ലോസസ് ആണോ? ഇത് വളരെ ബിഗ് പ്ലെയേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ആണ്. ഹെഡ്ജ് ഫണ്ടിന്റെയും IBസിന്റെ എല്ലാം സ്റ്റോപ്പ് ലോസസ് ആണ് ഈ മാർക്കറ്റ് ഹണ്ട് ചെയ്യുന്നത്. കാരണം അതാണ് മാർക്കറ്റ് മേക്കിങ്ങിന്റെ ബേസിക് പ്രിൻസിപ്പിൾ, ഹണ്ടിങ് സ്റ്റോപ്പ് ലോസസ്. അപ്പം ഇവിടെ മേളിലും താഴെയും ലിക്വിഡിറ്റീസ് എഞ്ചിനീയർ ചെയ്യുവാണെങ്കിൽ, ഇതിപ്പം കൺസോൾട്ടേഷൻ മാർക്കറ്റ് അവർക്കാർക്കും ഈ ഒരു കോൺസെപ്റ്റ് അറിയില്ല. സോ അവര് നോക്കാൻ പോകുന്ന ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ, ഓക്കെ അവരുടെ ഒരു പ്രഡിക്ഷൻ കാണും, ഓക്കെ ഫൈൻ മാർക്കറ്റ് മേളിലോട്ടാണ് പോകാൻ പോകുന്നത്. സോ അവർ താഴെ സ്റ്റോപ്പ് ലോസ് വെക്കും. അവരെന്നിട്ട് ഇങ്ങോട്ട് എയിം ചെയ്യും. അവർ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് അവരുടെ പ്രോഫിറ്റ് ഇങ്ങോട്ടായിരിക്കും എയിം ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയുള്ളവരുടെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു വിക്ക് എടുക്കും. അതേപോലെ ഒരുപാട് പേര് ആലോചിക്കാൻ പോകുന്നത് മാർക്കറ്റ് താഴോട്ടാ പോകാൻ പോകുന്നതാണ്. അവരെല്ലാം ബെറ്റ് ചെയ്ത് താഴോട്ട് നോക്കിയിരിക്കുമ്പം അവരുടെ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് തിരിച്ചു വന്നെടുക്കും. സോ ഇങ്ങനെയാണ് മാർക്കറ്റ് ഫങ്ഷൻ ചെയ്യുന്നത്. എങ്ങനെ പോയാലും മാർക്കറ്റിന് ലിക്വിഡിറ്റി വേണം, ഇംബാലൻസസ് വേണം. പെട്ടെന്ന് എടുക്കാൻ പോകുന്ന സ്റ്റോപ്പ് ലോസസ് എടുക്കാൻ പോകുന്ന ആ റൺ ആണ് ഇംബാലൻസസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഇംബാലൻസ് ബാലൻസ് ചെയ്തിട്ട് തിരിച്ച് മാർക്കറ്റ് ഒരു ഡയറക്ഷനിൽ തന്നെ പോകും. അതിനെ കണ്ടിന്യൂഷൻ എന്നൊക്കെ വിളിക്കും. നമുക്ക് അതിലോട്ട് വരാം. സോ ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മാർക്കറ്റ്സിന് വേണ്ടത് സ്റ്റോപ്പ് ലോസസും ഇംബാലൻസസും ആണ്. സ്റ്റോപ്പ് ലോസസ് ലിക്വിഡിറ്റീസ് എടുക്കാൻ പോകുമ്പോഴാണ് ഇംബാലൻസസ് ക്രിയേറ്റ് ആവുന്നത്. സോ ആദ്യം മാർക്കറ്റ് അക്യുമുലേഷൻ എന്ന് പറഞ്ഞാൽ അക്യുമുലേഷൻ ഓഫ് പൊസിഷൻസ് ആണ്. ഓരോ പൊസിഷൻസും ഓരോ മാനേജേഴ്സിനെയും ഓരോ ട്രേഡേഴ്സിനെയും കൊണ്ട് പൊസിഷൻസ് അക്യുമുലേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. എന്നിട്ട് ഒരു 50% ഓഫ് ആൾക്കാരുടെ കാശ് ആ ഒരു മാനിപ്പുലേഷന് നഷ്ടപ്പെടാൻ പോവുകയാണ്. സോ ആ ഒരു അക്യുമുലേഷൻ നടക്കുന്നു. ലണ്ടൻ സെഷനിൽ ഇതിപ്പം വീക്ക്ലി പ്രൊഫൈൽ അല്ലേ, മൺഡേ ഫുള്ള് മാനിപ്പുലേഷൻ അക്യുമുലേഷൻ ആണ്. അതിൽ നമ്മൾ കണ്ടുവരുന്നത് മൺഡേ നമുക്ക് ന്യൂസസ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം മൺഡേയിൽ അധികം ഒരു മൂവ്മെന്റ് നമ്മൾ എക്സ്പെക്റ്റും ചെയ്യുന്നില്ല. സോ മൺഡേയിൽ അധികം ന്യൂസസ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ന്യൂസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു ഫാക്ടറാണ്. ഞാൻ അടുത്ത വീഡിയോസിൽ ആഡ് ചെയ്യാം. ന്യൂസസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. സോ മൺഡേ അക്യുമുലേഷൻ ആണ്. ആർക്കും അറിയില്ല മുകളിലോട്ടാണോ താഴോട്ടാണോ, ബുള്ളിഷ് വീക്ക് ആണോ ബെയറിഷ് വീക്ക് ആണോ എന്ന് അറിയില്ല. സോ മൺഡേ ബയേഴ്സും കാണും, സെല്ലേഴ്സും കാണും. ട്യൂസ്ഡേ മാർക്കറ്റ് മാനിപ്പുലേഷൻ നടത്തും. താഴേക്ക് ആവാം. ബുള്ളിഷ് വീക്ക് ആണെങ്കിൽ മാർക്കറ്റ് താഴേക്ക് മാനിപ്പുലേറ്റ് ചെയ്യും. ബെയറിഷ് വീക്ക് ആണെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് മാനിപ്പുലേറ്റ് ചെയ്യും. സോ ദ ബെസ്റ്റ് ട്രേഡർ ഐഡന്റിഫൈസ് മാനിപ്പുലേഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മാനിപ്പുലേഷൻ എതിരായിട്ട് ട്രേഡ് ചെയ്യാം. അപ്പൊ ഇവിടെ വരുന്ന ഒരു മെയിൻ ഒരു കാര്യം, ഈ ഒരു മാനിപ്പുലേഷൻ തീരുന്നത് ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റിയോ അല്ലെങ്കിൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോ ആയിരിക്കണം ഈ മാനിപ്പുലേഷൻ തീരാൻ പോകുന്നത്. ഓക്കെ,
ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റിയിലോട്ടായിരിക്കണം ഈ ഒരു മാനിപ്പുലേഷൻ അവസാനിക്കാൻ പോകുന്നത്. ഇവിടെ എന്തേലും ഒരു കാര്യം വേണം, അല്ലാതെ മാനിപ്പുലേഷൻ അവസാനിക്കില്ല. ആ മാനിപ്പുലേഷൻ അവസാനിക്കാതെ നമുക്ക് റിവേഴ്സലും ഉണ്ടാവാൻ പറ്റില്ല. അപ്പം ഒരു ബെസ്റ്റ് ട്രേഡർ ആദ്യം മാനിപ്പുലേഷൻ ഐഡന്റിഫൈ ചെയ്യണം. അതേപോലെ ആ മാനിപ്പുലേഷൻ കറക്റ്റ് അവിടെ എൻഡ് ചെയ്യുന്നത് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു ലിക്വിഡിറ്റി പോയിന്റോ അല്ലെങ്കിൽ ഒരു ഇംബാലൻസോ വേണം. സോ ആ ഒരു മാനിപ്പുലേഷൻ ഐഡന്റിഫൈ ചെയ്യുന്ന ആളാണ് ബെസ്റ്റ് ട്രേഡർ. സോ മാനിപ്പുലേഷൻ നടന്നു. ഈ മാനിപ്പുലേഷൻ ഈ എടുത്തേക്കുന്ന ഒരു കീ ലെവൽ ഉണ്ടല്ലോ, ആ കീ ലെവലാണ് നമ്മുടെ ലിക്വിഡിറ്റി. ആ കീ ലെവലിന്റെ അടിയിലാണ് നമ്മുടെ റിവേഴ്സലിന്റെ മെത്തേഡ്സ് നടക്കുന്നത്. നമുക്ക് അതൊക്കെ സ്മോളർ ടൈം ഫ്രെയിമിലോട്ട് പോകുമ്പോൾ നമുക്ക് നോക്കാം. ആ ഒരു റിവേഴ്സൽ അവിടെ നടക്കുന്നു. ആൻഡ് ആ റിവേഴ്സലിൽ നിന്ന് നമ്മുടെ മാർക്കറ്റ് തിരിച്ചു പോകുന്നു. തിരിച്ച് ഭയങ്കര സ്പീഡിലായിരിക്കും പോകുന്നത്. കാരണം ഈ ഷോർട്ട് സെല്ലേഴ്സിന് ആർക്കും എക്സിറ്റ് അടിക്കാൻ സമയം കൊടുക്കത്തില്ല. ഭയങ്കര സ്പീഡിൽ പോകും. ആ പോകുന്ന വഴിക്ക് ഇംബാലൻസസ് ക്രിയേറ്റ് ചെയ്താണ് പോകുന്നത്. ആൻഡ് അന്ന് ഷോർട്ട് ചെയ്ത് കാശ് ഉണ്ടാക്കി ഹാപ്പി ആയിട്ടിരുന്നവരെയും സ്റ്റോപ്പ് ലോസ് അടുപ്പിച്ച് എല്ലാവരെയും ലോസിലാക്കി മാർക്കറ്റ് ഡെലിവറി കംപ്ലീറ്റ് ചെയ്യും. ആൻഡ് ആ ഡെലിവറി കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഫ്രൈഡേ. യാ, ഇതാണ് ഒരു വീക്ക്ലി പ്രൊഫൈൽ. സോ ഇവിടെ എനിക്ക് നോട്ട് ചെയ്യാനായിട്ട് പറയുന്ന പോയിന്റ്, ഇത് മോസ്റ്റ്ലി ഇതൊരു ലോജിക്കാണ്. ഈ ഒരു ലോജിക്ക് മോസ്റ്റ്ലി നമുക്കിപ്പം അക്യുമുലേഷൻ ട്യൂസ്ഡേ നടക്കാം, വെനസ്ഡേ മാനിപ്പുലേഷൻ നടക്കാം. നമുക്ക് ഈ ഒരു ലോജിക്ക്, നിങ്ങൾക്ക് അക്യുമുലേഷൻ ആദ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. നമുക്ക് മാർക്കറ്റിൽ കാണുമ്പോൾ ഓക്കെ എവിടാണ് അക്യുമുലേഷൻ നടക്കുന്നത് അത് മനസ്സിലാക്കുക, എവിടാണ് മാനിപ്പുലേഷൻ നടക്കുന്നത് അവിടെ മനസ്സിലാക്കുക. മാനിപ്പുലേഷൻ മനസ്സിലായാൽ നമുക്ക് ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രേഡ് ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് നോക്കണമെന്ന് വെച്ചാൽ ട്യൂസ്ഡേസ് ആൻഡ് വെനസ്ഡേസ്. ലോ ഓഫ് ദ വീക്ക് ഫോം ചെയ്യും. ട്യൂസ്ഡേസ് അല്ലെ വെനസ്ഡേസ് നമുക്ക് ലോ ഓഫ് ദ വീക്ക് ഫോം ചെയ്യും. ഓക്കെ, ഇപ്പൊ ഒരു ബെയറിഷ് വീക്ക് ആണെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഈ സെയിം നോട്ട് തന്നെ യൂസ് ചെയ്യാം. ഈ ഒരു ഇത് മനസ്സിൽ വെച്ചേരെ, തേഴ്സ്ഡേസ് ആർ നോൺ ഫോർ റിവേഴ്സൽസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയിൽ നമുക്ക് തേഴ്സ്ഡേ ഒരു റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാം. ഞാൻ ആ ഒരു ഡെലിവറി പ്രൊഫൈൽ പഠിപ്പിച്ചു തരാം. തേഴ്സ്ഡേസ് ആർ നോൺ ഫോർ റിവേഴ്സൽ, ഇത് മൈൻഡ് വെച്ചേരെ. ട്യൂസ്ഡേസ് ആൻഡ് വെനസ്ഡേസ് ആർ മോസ്റ്റ് ലൈക്ലി ടു ഫോം ദ ലോ ഓഫ് ദ വീക്ക് അല്ലെങ്കിൽ ഹൈ ഓഫ് ദ വീക്ക്. ഇതിപ്പം തിരിച്ചാണെങ്കിൽ ഹൈ ഓഫ് ദ വീക്ക്, നമ്മുടെ ബെയറിഷ് വീക്കിന്റെ സിനാരിയോ ആണെങ്കിൽ. സോ നമ്മൾ ഇന്ന് ബുള്ളിഷ് വീക്ക് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ, ബെയറിഷ് വീക്ക് എക്സാക്ട്ലി സെയിം ആണ്. സോ യെസ്, തേഴ്സ്ഡേസ് ആർ നോൺ ഫോർ ദ റിവേഴ്സൽസ്. നമുക്കിനി ഇതെങ്ങനെ ഒരു ക്യാൻഡിൽ ആവുന്നതെന്ന് നോക്കാം. സോ ഇവിടാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. മാർക്കറ്റ് ഓപ്പൺ ആയി ഇങ്ങനെ നിന്നു ആൻഡ് ഒരു മാനിപ്പുലേഷൻ നടന്നു. ഓക്കെ, അപ്പം ട്യൂസ്ഡേ അല്ലെ വെനസ്ഡേ നമ്മുടെ ക്യാൻഡിൽ ഇങ്ങനെയാണ് നിൽക്കുന്നത്. മേളിലൊരു ചെറിയൊരു വിക്ക് കാണും. യാ, ഓക്കെ. അതിനുശേഷം മാനിപ്പുലേഷൻ കഴിഞ്ഞ് ഡിസ്ട്രിബ്യൂഷൻ ആവുമ്പോൾ നമ്മുടെ ക്യാൻഡിൽ, വീക്ക്ലി ക്യാൻഡിലിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ക്യാൻഡിൽ അവസാനിക്കുന്ന ഇങ്ങനെയാണ്. ഇങ്ങനാണ് നമ്മുടെ വീക്ക്ലി ക്യാൻഡിൽ അവസാനിച്ചത്. ഓക്കെ, നമ്മുടെ എല്ലാ ക്യാൻഡിലും ഇങ്ങനെയല്ല അവസാനിക്കുന്നത്, എല്ലാ വീക്കും ഇങ്ങനെയല്ല കാണുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ലോജിക്കാണ്, നമ്മളൊരു പാറ്റേൺ ബേസ്ഡ് ട്രേഡർ അല്ല. ഇത് റിയൽ ടൈം ഞാൻ ട്രേഡ് എക്സാമ്പിൾസ് നിങ്ങൾക്ക് കാണിക്കുമ്പോൾ നമുക്ക് ഭാവിയിൽ ലൈവ്സ് കിട്ടും. അതിനകത്ത് നമ്മുടെ റിയൽ ആയിട്ട് ട്രേഡ് എടുത്തെങ്കിൽ ലോജിക്ക് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. സോ നമുക്ക് ഈ ക്യാൻഡിൽ ഇങ്ങനെയാണ് ഫോം ആവുന്നത്. നമുക്കിത് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആക്കുവാണെങ്കിൽ ഒരു ക്യാൻഡിൽ ഇങ്ങനാണ് ഇരിക്കുന്നത്, അതിന് മേളിലും താഴെയും ഒരു ചെറിയ വിക്കം കാണും, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്യാൻഡിൽ നമ്മൾ പിക്കിൽ വരയ്ക്കുവാണെങ്കിൽ അക്യുമുലേഷൻ നടക്കുന്നു, ഓപ്പൺ ആയി അക്യുമുലേഷൻ നടന്നു, താഴേക്ക് മാനിപ്പുലേറ്റ് ചെയ്തു, മേളിൽ പോയി ഫുൾ കംപ്ലീറ്റ് ചെയ്തു, ചെറിയൊരു റിട്രേസ്മെന്റിൽ ക്യാൻഡിൽ ക്ലോസ് ആയി. ഈ ഒരു പിക്ചർ നിങ്ങൾ ആരും മറക്കരുത്. ഇത് കുറച്ചുകൂടെ നീറ്റ് ആയിട്ട് വരയ്ക്കുവാണെങ്കിൽ ഈ ഒരു പിക്ചർ ഇങ്ങനെ ഇരിക്കും. ഈ ഒരു പിക്ചർ ആരും മറക്കരുത്. ഇതാണ് പവർ ഓഫ് 3. ഇപ്പൊ മനസ്സിലായോ AMD എങ്ങനെയാണ് പവർ ഓഫ് 3 ആയെന്ന്? അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, റിട്രേസ്മെന്റ്. അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, റിട്രേസ്മെന്റ്. AMD പവർ ഓഫ് 3 ആയി. ഇതാണ് നമ്മുടെ ഹോൾ ക്യാൻഡിലിന്റെ ലോജിക്.
സോ ഒരു വീക്ക്ലി ഡെലിവറി പ്രൊഫൈൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. സോ നമുക്ക് മൺഡേ എന്ന് പറയുന്നത് ഒരു വളരെ ചെറിയൊരു ക്യാൻഡിൽ ആയിരിക്കാം. ട്യൂസ്ഡേ എന്ന് പറയുന്നത് അതിന്റെ തൊട്ട് താഴെ ആവാം. വെനസ്ഡേ എന്ന് പറയുന്നത് ഇങ്ങനെ ആവാം. വെനസ്ഡേ റിവേഴ്സൽ നടന്നു. തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ മേളൊരു വിക്ക് ഉണ്ടാക്കുന്നു, താഴെ വന്ന് ക്ലോസ് ചെയ്യുന്നു. യാ, ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഒരു വീക്ക് ഫോം ആവുന്നത്. സോ ഇത് അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷന്റെ രീതിയിൽ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഒരു വീക്കിന്റെ തുടക്കം അക്യുമുലേഷൻ നടക്കുന്നു, മാനിപ്പുലേഷൻ നടക്കുന്നു, റിവേഴ്സൽ നടക്കുന്നു. നമ്മുടെ വെനസ്ഡേ അല്ലെ തേഴ്സ്ഡേ ഉള്ള ഈ ഒരു പാർട്ടിന്റെ റിവേഴ്സൽ നടക്കുന്നു. തേഴ്സ്ഡേ ആ ഒരു ലിക്വിഡിറ്റി എടുക്കുന്നു, ആ ഒരു ലിക്വിഡിറ്റി ആണ് ഈ ഒരു പോയിന്റ്. അത് കഴിഞ്ഞ് ഫ്രൈഡേ ക്യാൻഡിൽ ക്ലോസ് ആവുന്നു. എക്സാക്ട്ലി ഇങ്ങനെ ഒരു ഇതാണ് പവർ ഓഫ് 3 അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ. ഇത് നമുക്ക് ഇനിയും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. മാർക്കറ്റ് മേക്കർ മോഡൽ, MMXMS എന്നൊക്കെ പറയും. നമുക്ക് അതിലോട്ടൊക്കെ പോവാം. ഇതാണ് ആസ് ഓഫ് നൗ നമ്മുടെ മാർക്കറ്റിന്റെ ഡെലിവറി പ്രൊഫൈൽ. നമുക്ക് പെട്ടെന്ന് ഒന്നൊരു ബെയറിഷ് വീക്കിന്റെ എക്സാമ്പിളും കൂടെ നോക്കാം. ബെയറിഷ് വീക്ക് ആണെങ്കിൽ നമുക്ക് മാനിപ്പുലേഷൻ മേളിലോട്ടായിരിക്കാം, ഡിസ്ട്രിബ്യൂഷൻ താഴോട്ടായിരിക്കാം. യാ, ഇതാണ് നമ്മുടെ ഒരു ബെയറിഷ് വീക്ക്. നമുക്ക് സൈഡ് ബൈ സൈഡ് കമ്പയർ ചെയ്യാനായിട്ടാണെങ്കിൽ ഇതാണ് ഒരു ബെയറിഷ് വീക്ക്. യാ, ഇതാണ് ഒരു ബെയറിഷ് വീക്ക്, ഇതാണ് ഒരു ബുള്ളിഷ് വീക്ക്. നമ്മുടെ അക്യുമുലേഷൻ മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ. സോ അടുത്ത ലെക്ചേഴ്സിൽ നമുക്ക് സെഷൻസ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നോക്കാം. സോ അണ്ടിൽ ദെൻ ബി സേഫ്, ട്രേഡ് സേഫ്, ബൈ.